മോർണിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. മോർണിംഗ് റിപ്പോർട്ടർ അതിഥിയിലേക്ക് കടക്കുന്നു. കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം ഗോപാലകൃഷ്ണനാണ് മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടറിലേക്ക്. എത്ര വർഷമായി ഈ മേഖലയിൽ? ഞാനൊരു 69 രൂപയിലാണ് പഠിക്കാൻ തുടങ്ങിയത്. ഒരു 10-30 വേദികളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2008 ഞാൻ ജോലിയിൽ നിന്ന് റിട്ടയറായത്. അപ്പോൾ അത്രയും കാലയളവ് ഇതിനകത്ത് പരിചയമുണ്ടായിരുന്നു. പിന്നെ 82 ജോലി കയറി. 1982 RLV സംഗീത കോളേജിൽ കലാമണ്ഡലത്തിൽ ഒരു 10 വർഷത്തെ പഠനം ഉണ്ടായിരുന്നു. 6 വർഷം ഡിപ്ലോമ, 2 വർഷം പോസ്റ്റ് ഡിപ്ലോമ, പിന്നെ 2 വർഷം കേന്ദ്ര ഗവൺമെൻറ് സ്കോളർഷിപ്പോടുകൂടിയുള്ള ഉപരിപഠനം. അത് കഴിഞ്ഞ് റിട്ടയറായി. പിന്നെ ഇവിടെ ഈ ടൂറിസ്റ്റുകൾക്ക് നടത്തുന്ന ഡെയിലി പ്രോഗ്രാം നടത്തുന്ന സെൻറ്ററിലായിരുന്നു ആദ്യമായിട്ട് ജോലിക്ക് കയറിയത്. അവിടുന്ന് പിന്നെ PSC ക്വാളിഫർ ചെയ്ത് അങ്ങനെ 82 RLV സംഗീത കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സിൽ ജോലി കയറി. എന്തുകൊണ്ടാണ് ഈ കഥകളി സംഗീതം അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം, ഒരു ഇഷ്ടം എപ്പോൾ തുടങ്ങിയതാണ്? കഥകളി സംഗീതത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്താണ്? ഞാൻ എൻ്റെ അച്ഛൻ അച്ചിപ്രവിട്ട് കുട്ടിക്കൃഷ്ണൻ നായർ എന്ന് പറയും. അച്ഛൻ കുറച്ച് നാടകത്തിൻ്റെയൊക്കെ ഇതിൽ കുറച്ച് പാടുന്ന ആളായിരുന്നു, പഴയ സ്റ്റൈലിലൊക്കെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വൈകുന്നേരം സമയത്ത് ഭക്ഷണത്തിൻ്റെ മുമ്പായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന പഴയ തറവാട് സമ്പ്രദായത്തിൽ പടിയിലിരുന്ന് ഇങ്ങനെ പാടും. പഴയ പാട്ടുകൾ, നാടകത്തിൻ്റെ ആയിട്ടും എല്ലാ നാടൻ പാട്ടുകളൊക്കെ ആയിട്ടും. അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ കുട്ടികൾ സന്ധ്യാനേരത്ത് നാമം ചെല്ലുന്നൊരു സമ്പ്രദായമുണ്ട്. ആ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ കേൾക്കും. അങ്ങനെ കേട്ട് പ്രചോദനം പാട്ടിന് സംഗീതത്തെപ്പറ്റി. അപ്പോൾ സംഗീതത്തിനൊരു ധാരണ താല്പര്യമുണ്ട്, പക്ഷേ അത് പാടി നടക്കാറും പാടാറുമില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ സ്കൂൾ പഠിത്തത്തിൽ SSLC വരെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ എന്താ വേണ്ടതെന്നുള്ള ആലോചന ഉണ്ടല്ലോ. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ കലാമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, കലകൾക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള സമയമാണ് ഇപ്പോൾ, അതുകൊണ്ട് അവിടെ പോയി പഠിക്കാം എന്ന് പറഞ്ഞ് ചേർക്കുകയുണ്ടായിരുന്നു. ആർക്കൊക്കെ വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്? അതെ, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് പാടിയിട്ടുള്ളത്? പാടാൻ കഥകളി സംഗീതം എല്ലാവർക്കും വേണ്ടി പാടേണ്ട. പഴയ കൃഷ്ണരാജൻ മുതലൊക്കെ ഗുരു കുഞ്ചുകുറുപ്പ് വരെ ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത്, അന്ന് കൊച്ചുകുട്ടിയാണല്ലോ, പഠിക്കുന്ന സമയത്ത് വരെ തുടങ്ങിയിട്ട് പാടിയിട്ടുണ്ട്. അവിടുന്ന് മുതൽ ഗോപിയാശാൻ, വാസുപിഷാരടി, സദനം കൃഷ്ണൻകുട്ടി എന്ന് വേണ്ട പ്രമുഖന്മാരെല്ലാ കലാകാരും ഇപ്പം ഇന്നത്തെ പുതിയ തലമുറകാരുള്ള ആൾക്കാർക്ക് പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ. ഏതാണ് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ പാടാൻ പോകുന്നത്? പാടാൻ പല പദങ്ങൾ, ഇഷ്ടംപോലെ പദങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് ഇപ്പൊ കേൾക്കാം. പാടിയല്ലേ? അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നത വിജയ സാരഥി സാധു ദ്വിജനുന്നു പറയുന്നു വിജയ സാരഥി സാധു
പറയുന്നു സുജല സംഗമമേറ്റം സുജല സംഗമമേറ്റം സുകൃത നിവഹ സുലഭമധനു നിയതം സുജല സംഗമമേറ്റം സുകൃത നിവഹ സുലഭമധനു നിയതം പലദിനമായി ഞാനും ബലഭദ്രനുജ നിന്നെ പലദിനമായി ഞാനും ബലഭദ്രനുജ നിന്നെ നിന്നെ നലമോടു കാൺമതിന്നും കളിയല്ലേറുജേക്കുന്നു കാല വിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ കാല വിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ നീലം നീരതവർണ്ണം മൃദുല കമല രുചിരനയനം നൃകരേ നീല നീരതവർണ്ണം മൃദുല കമല രുചിരനയനം നൃകരേ. വളരെ നന്ദി മാഷെ. സമയക്കുറവ് മൂലമാണ് ഇടയ്ക്ക് കയറി ഇടപെട്ടത്. ഈ കഥകളി കാണുന്നവരിൽ ഈ സംഗീതത്തിന് വലിയ പ്രാധാന്യം ഉണ്ടല്ലേ, അവർക്ക് കഥ മനസ്സിലാകാനും ഒക്കെ, എങ്ങനെയാണത്? കഥകളി കാണുന്ന ആൾക്കാരിൽ സംഗീതത്തിൽ കൂടിയാണ് കൂടുതൽ മനസ്സിലാക്കുക. കാരണം മുദ്ര കഴിവ് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പം സംഗീതത്തിൻ്റെ സാഹിത്യം പാട്ട് കൂടെ മനസ്സിലാവുന്നതാണ്. അപ്പം അത് ഓരോരോ വരി പാടുമ്പോൾ മുദ്ര കാണിക്കുമ്പോൾ അതിനോട് ഒന്നിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ഇതിനെ മനസ്സിലാവുള്ളൂ. അപ്പോൾ സംഗീതത്തിൽ കൂടെയാണ് കൂടുതൽ ആൾക്കാർ ഇതിനെ ആസ്വദിക്കുന്നത്. അപ്പം നല്ല നല്ല പദങ്ങൾ, നല്ല നല്ല പദത്തെ കേൾക്കാൻ ഇമ്പമുള്ള പദങ്ങൾ, അതിൽ കൂടുതൽ ഭക്തിരസങ്ങൾ ഉണ്ടായിരിക്കാം, കരുണരസം ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള പദങ്ങളിലാണ് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം. ഇപ്പോൾ ഒരു പിന്നെ ഓരോ രാഗങ്ങൾക്കും 2-3 ഭാവത്തിൽ ഇത് പാടാൻ പറ്റും. അപ്പം അങ്ങനെ പാടുമ്പോൾ എല്ലാം സമ്യക്കാവണ്ണം ഗീതം ആലപിക്കുന്ന സംഗീതം എന്ന് പറയും. അപ്പം എല്ലാം ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് സംഗീതമുള്ളൂ, അല്ലാതെ എല്ലാത്തിനും സംഗീതമില്ല. അപ്പം അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ഇപ്പോൾ ഒരു രാഗത്തിൽ 3 ഭാവത്തിൽ പാടുമ്പോൾ ഭക്തിരസം കാണാം, കരുണരസം കാണാം, വീരരസം കാണാം, രൗദ്രരസം കാണാം, 3-4 ഭാവത്തിൽ പാടാൻ പറ്റും. അപ്പം ഇതിൽ കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവുക കുറച്ച് ഭക്തിരസമായിട്ടോ അല്ലെങ്കിൽ കരുണരസമായിട്ടോ അങ്ങനെയൊക്കെയുള്ള ഈ ധൃതി ഇടിച്ച രൗദ്രസപ്രധാനമായിട്ടുള്ള ആൾക്കാർ കേൾക്കാൻ വലിയ താല്പര്യങ്ങൾ ഉണ്ടാവില്ല. അതാണ് അപ്പോൾ ആ കുറച്ച് സാവധാനത്തിലുള്ള സംഗീതത്തിൻ്റെ അങ്ങനെയുള്ള ഇപ്പം ഇന്നിപ്പോൾ പുതിയ തലമുറയ്ക്കെല്ലാം സിനിമാ ഗാനങ്ങളും ലളിത ഗാനങ്ങളുള്ള, അപ്പോൾ അതിൽ നിന്നും കുറേയൊക്കെ സ്വാംശീകരിച്ച് ഈ കഥകളി പദങ്ങൾക്ക് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ആസ്വദിക്കാൻ ഒരു കഴിവുണ്ടാവുന്നുണ്ട്. പഴയ സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ ഒരാളെന്നെ ഒറ്റയ്ക്ക് നിന്ന് പാടുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് വെട്ടത്തിൽ നാട്ടുരാജാവ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഇതിനെ സംഗടി വേണം, 2ാം പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ. ഈ കഥകളി പാടുന്ന ആളാണല്ലോ അതിന്റെ ഒരു നിയന്ത്രണം, സ്റ്റേജ് നിയന്ത്രിക്കുന്ന ഏറെക്കുറെ അദ്ദേഹമാണ്. കാരണം എത്ര ടൈം കഴിയണം എന്നൊക്കെ ധാരണ വരുമ്പോൾ അദ്ദേഹം അതിനെ മാനസികമായിട്ട് അതിനെ വെട്ടിച്ചുരുക്കും.
അപ്പോൾ ചെയ്യുന്നതല്ല, അതെല്ലാം അറിയുന്ന ആൾക്കാരെ കൊണ്ട് ആ സമയത്ത് അതിനെപ്പറ്റി ചുരുക്കാൻ പറ്റും. മറ്റു പാട്ടുകാരിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ട് ചെയ്യുന്നുവെന്ന് തോന്നുന്നു. കാരണം കൂടുതൽ സമയം അതും എങ്ങനെ നിന്നിട്ട് കൂടുതൽ സമയം പാടുക, അത് എങ്ങനെയാണ് അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ കഴിയുന്നത്? കൂടുതൽ സമയം എടുത്തിട്ടാണ് നിന്നിങ്ങനെ പാടണ്ടേ, അവര് കൂടുതൽ സമയം എടുത്ത് പാടണം. കൂടുതൽ സമയത്ത് പാടുന്നത് അല്ല, അതെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? കുറച്ച് ഒരുപാട് സമയം നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരാറുണ്ടോ പാടുമ്പോൾ? ഇപ്പോൾ ഒരു കഥയ്ക്ക് ഇത്ര ടൈം വേണമെന്നുണ്ടാവും. അപ്പോൾ അതിലിപ്പോൾ നമുക്കൊരു രംഗത്ത് ഒരാൾ പ്രത്യേകം കാണിക്കുക അല്ലെങ്കിൽ ഇത്ര ടൈമേ ഉള്ളൂ എന്നൊക്കെ വരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചുരുക്കുക എന്നുള്ളൊരു അർത്ഥമുള്ള അത് ആ കഥകളെ മുഴുവൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 3 മണിക്കൂർ 4 മണിക്കൂറിലെ കഥയാകുമ്പോൾ ക്രോഡീകരിച്ച് ആ വേണ്ട ഭാഗങ്ങൾ മാത്രം എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാം ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ഇങ്ങനെ കഥകളി സംഗീതം പഠിക്കാൻ ഒരുപാട് പേര് രംഗത്ത് വരാറുണ്ടോ? ഈ കാലഘട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ മുക്കിലും മൂലയിലും കഥകളി പരന്ന് കിടക്കുക. എല്ലാ ദിക്കിലും ഫോറിനടക്കം കഥകളി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വരെ ഉണ്ട്. നമ്മളിവിടുന്ന് കണ്ട് കലയോടുള്ള കളർഫുള്ളായിട്ടുള്ള ഈ സമ്പ്രദായത്തെ ഫോറിനേഴ്സൊക്കെ ഭയങ്കര ആകർഷണീയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്നെല്ലാം പിടിച്ച് അവർ തന്നെ കൊണ്ടുപോയിട്ട് ഗുരുനാഥന്മാരെ വെച്ച് അവിടെ പഠിപ്പിക്കൽ വരെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത് വളരെ പ്രചാരത്തിലാണ് ഇങ്ങനെയും കൂടിയാണ്. അപ്പോൾ ഈ എല്ലാ ദിക്കിലും ടൂറിസ്റ്റുകൾക്കുള്ള പരിപാടികൾ എല്ലാ അങ്ങനെയൊക്കെ പ്രസ്ഥാനം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഓരോരുത്തർക്കും ഓരോ അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മാഷ് ജോലി വിട്ടതിന് ശേഷം ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ടോ ആരെങ്കിലും? ഞാൻ പ്രൈവറ്റായിട്ട് പഠിക്കുന്നുണ്ട്, കോളേജിൽ റിട്ടയർ കഴിഞ്ഞ് പ്രൈവറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പുറം പരിപാടിക്ക് പോകുന്നുണ്ട്, പെൻഷനാണെങ്കിലും. മാഷിപ്പോൾ സൂചിപ്പിച്ചു ഇതിന് വലിയ പ്രചാരം, ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രചാരം കിട്ടുന്നുണ്ട്, സമസ്ത മേഖലകളിലേക്ക് ഇത് വ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ വിദേശത്ത് പോലും വലിയ രീതിയിൽ ഇതിന് ഒരു സ്വീകരണം കിട്ടുന്നു. അപ്പോൾ അത്തരത്തിൽ വ്യാപകമാകുന്നു, വലിയ സ്വീകരണം കിട്ടുന്നു. ഈ ആദ്യ കാലഘട്ടത്തിലെ പോലെ തന്നെ ഇതിൻ്റെ എല്ലാ തനിമയോടും കൂടി തന്നെ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി തന്നെയാണ് ഇപ്പോഴിത് വ്യാപിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത്? എല്ലാ ഇതും മുന്നോട്ട് നീങ്ങുന്ന അല്ല, ഇതിന്റെ ഒരു ചിട്ടയുണ്ടല്ലോ, ഇപ്പോഴും അത് പാലിച്ചു തന്നെയാണോ ഇത്? അതെ, ചിട്ടകളെ മുഴുവൻ പാലിക്കാൻ പറ്റില്ല. കാരണം കാലത്തിനനുസരിച്ച് കോലം കെട്ടുന്നുണ്ടല്ലോ. അപ്പം നമ്മളൊക്കെ പഴയ സ്റ്റൈലിൽ തന്നെ അത് മുഴുവൻ കൊണ്ടുനടത്താൻ പറ്റില്ല. മുമ്പെയൊക്കെ ഇപ്പോൾ വെളുക്കുന്നവരെടുക്കുന്ന ഒരു കഥ ഉണ്ടായിരുന്നു. കാരണം കഥാകൃത്ത് എഴുതിയിരിക്കുന്ന ഒരു കഥ ഒരു ദിവസം മുഴുവൻ കളിക്കാനോ ഒരു നൈറ്റ് മുഴുവൻ കളിക്കാനുള്ള. അപ്പോൾ ആ പഴയ ചിട്ട കൂടെ ഇപ്പോൾ പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഫാസ്റ്റായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു 3 മണിക്കൂർ മാക്സിമം 3 മണിക്കൂർ ഉള്ള പ്രോഗ്രാമിനെ എല്ലാവരും ഇഷ്ടപ്പെടുള്ളൂ. അതിനെ നിജപ്പെടുത്തിക്കൊണ്ട് ആ കഥകൾ ചിട്ടപ്പെടുത്തി ചെയ്യാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റുന്നു. കാരണം ആസ്വാദക ശേഷി കുറഞ്ഞ ആൾക്കാർ, കാരണം അത്ര ടൈമുകളില്ല. എല്ലാവർക്കും നാളെ ജോലി എന്നുള്ള സമ്പ്രദായം വരും. അപ്പോൾ പഴയ ചിട്ടകളിൽ കൂടെ ഇപ്പോൾ നടക്കാൻ പറ്റില്ല. എന്നാൽ അതിൻ്റെ സത്ത് മുഴുവൻ കളയാതെ ഏറെക്കുറെയൊക്കെ അങ്ങനെ പരിപാലിക്കണം. എന്തെങ്കിലേ കഥകളിയും മറ്റുള്ളവരിലുള്ള വ്യത്യാസങ്ങളുണ്ടാവുള്ളൂ. അപ്പം അത് എപ്പോഴും ചെയ്തു പോരുന്നുണ്ട്. ടൈം കുറച്ചും കൊണ്ട് അങ്ങനെ ചെയ്യാം. ഏതായാലും ശിവൻ നമ്മുടെ സമയം കഴിയുന്നു. വളരെ നന്ദി ഇവിടെ എത്തിയതിന്. ഞങ്ങൾക്ക് പദം പാടിത്തന്നു. അതെ, സംഗീത സാന്ദ്രമായ ഒരു എപ്പിസോഡാക്കി മാറ്റി മാഷെ, വളരെയധികം നന്ദി.